നമസ്കാരം. റോഷൻ മാത്യുവും സെറിൻ ഷിഹാബും കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ ഇത്തിരി നേരം എന്ന സിനിമയുടെ വിശേഷമാണ്. 2 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയാണ്. ഏകദേശം 1 മാസത്തിന് മുന്നേ OTT റിലീസ് ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ ഇറങ്ങിയിട്ടും അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിയ ഒരു സിനിമയാണ്. ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നുമായി മാറിയില്ലെങ്കിലും അങ്ങനെ ഒരു സ്ലോ പേസിൽ പോകുന്ന സിനിമ ആയതെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് ഒരു ബോക്സ് ഓഫീസ് വിജയം നേടിയതല്ല. പ്രശാന്ത് വിജയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയിലെ നായക കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്ന റോഷൻ മാത്യുവിൻ്റെ കൊച്ചിൻ്റെ മാമോസയാണ് നാളെ രാവിലെ. അപ്പോൾ തലേദിവസം 1-2 കൂട്ടുകാർക്ക് വേണ്ടി ഒരു ചെറിയ വെള്ളമുടി പാർട്ടി സെറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി വീട്ടിൽ നിന്ന് തൽക്കാലത്തേക്കൊന്ന് മുങ്ങി ആ വെള്ളമുടി പാർട്ടിക്ക് ഒരു ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് 7 വർഷം മുമ്പ് ബ്രേക്കപ്പ് ആയ കാമുകി വിളിക്കുകയാണ്. അവിടെ തിരുവനന്തപുരത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അന്നേരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് കാണാം, ഇത്തിരി നേരം സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ആ വെള്ളമുടി പാർട്ടിയിൽ നിന്ന് മാറി ഈ നായികയുടെ കൂടെ കുറച്ച് നേരം ഇത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ പോകുന്നതാണ് കഥ. അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഭയങ്കര വലിയ ഡ്രാമ പരിപാടികളൊന്നുമല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. നല്ല രസമായിട്ട് അത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് നേരം ഇച്ചിരി സ്ലോ ആവുന്നുണ്ട്, എങ്കിൽ പോലും നല്ല രസമായിട്ട് ത്രൂ ഔട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രകടനങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് പല സ്ഥലത്തും കണ്ടു. സെറിൻ ഷിഹാബിൻ്റെ പെർഫോമൻസ് കിടിലാണ്. അതിനകത്ത് ഞാൻ ഡിനൈ ചെയ്യുന്നില്ല, അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തു. പക്ഷേ എനിക്ക് റോഷൻ്റെ പെർഫോമൻസും എടുത്തു പറഞ്ഞു തോന്നി. വളരെ കൈയടക്കത്തോടെ ആ റോള് കൈകാര്യം ചെയ്തതെന്ന് എനിക്ക് തോന്നി. സെറിൻ ഷിഹാബും നന്നായിട്ട്, ഞാൻ പറഞ്ഞു, ജിയോ ബേബി ഒരു ചെറിയ കഥാപാത്രത്തിന് നല്ല രസമായിരുന്നു. ജിയോ ബേബിയുടെ ആ ഒരു സ്ലാങ്, തിരുവനന്തപുരം സ്ലാങ് ഒക്കെ നല്ല രസമായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ നന്ദു ഉണ്ട്. നന്ദു നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നന്ദുവിൻ്റെ റോള് ഒന്നാമത് തിരുവനന്തപുരം സ്റ്റൈലാണ് പുള്ളിക്ക്, തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു കൈയടക്കത്തോടെ ഇത് ചെയ്തിട്ടുണ്ട്. നന്ദുവിൻ്റെ കഥാപാത്രം നല്ല രസമായിരുന്നു. നന്ദുവിൻ്റെ കഥാപാത്രം വാച്ച് ചെയ്യാൻ തന്നെ തുടക്കം മുതലേ ആ ഒറ്റ മീറ്ററിൽ തന്നെ നല്ല രസമായിട്ട് പോയി. ആനന്ദ് മന്മഥനുണ്ട്. ചഞ്ചൽ എന്ന കഥാപാത്രം വളരെ രസകരമായിട്ട് ആനന്ദ് മന്മഥൻ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. 3-4 പേരേ ഉള്ളൂ, ഈ 4 പേര്. അതിനപ്പുറത്തേക്ക് പിന്നെ നമ്മുടെ റോഷൻ്റെ ഭാര്യയായിട്ട് വന്നിരിക്കുന്ന ഒരു കഥാപാത്രം, 4-5 പേരേ ഉള്ളൂ. വളരെ രസകരമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമയാണ് ഇത്തിരി നേരം. ഇടയ്ക്കൊന്ന് സ്ലോ ആവുന്നുണ്ട്, ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ട് പോകുന്ന ഒരു സിനിമയല്ല. ഇടയ്ക്കൊന്നൊരു ഇത്തിരി സ്ലോ ആവുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ എങ്കിലും വാച്ചബിളാണ്, രസമാണ് കണ്ടിരിക്കാൻ. കുറച്ച് ചെറിയ നുറുങ്ങും തമാശകളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ചെറിയ നല്ല സിനിമ. ഇതാണ് ഇത്തിരി നേരം. അപ്പോൾ കണ്ടു നോക്കൂ, കന്നഡ വിഷയങ്ങൾ അറിയിക്കും. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.